തൃശൂർ ജില്ലയ്ക്ക് പ്രതീക്ഷയേകുന്ന പുതിയ ടൂറിസം വികസന പദ്ധതികൾ സർക്കാരിന്റെ പരിഗണനയിൽ. അതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുള്ള പദ്ധതിയെക്കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത്. പദ്ധതിക്കായുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് പരിഗണനയിലെന്ന് മന്ത്രി അറിയിച്ചതായി MLA സനീഷ് കുമാർ ജോസഫ് വ്യക്തമാക്കി. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിൽ അന്തർ സംസ്ഥാന ടൂറിസ്റ്റുകളെയും വിദേശികളെയും ഒരുപോലെ ആകർഷിക്കാൻ കഴിയുന്ന പദ്ധതിയാണ് ആലോചനയിലുള്ളത്. കേരള ടൂറിസത്തിനും തൃശൂരിനും ഒരുപോലെ മുതൽക്കൂട്ടാകുന്ന പ്രത്യേക പദ്ധതി പരിഗണനയിലാണെന്നും ഇതിനായുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണെന്നും മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചതായി MLA വ്യക്തമാക്കി. അതിരപ്പള്ളി ടൂറിസ്റ്റ് സാധ്യതകളെ മാക്സിമം ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവർക്കുള്ള പുതിയ പ്രപ്പോസലുകൾ കൊടുത്തിട്ടുണ്ട്. കുറേ നാളുകളായിട്ട് ഉള്ളൊരു ഇതാണ് ചാർപ്പയിലെ മഴവിൽ പാലം. ആ മഴവിൽ പാലത്തിൻ്റെ നിർമ്മാണം ഒരു 2 ആഴ്ചക്കുള്ളിൽ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനായിട്ട്, അപ്പോൾ അടുത്ത സീസണിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്നായി ഈ ചാർപ്പ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് എന്നിപ്പോൾ നിർമ്മാണം ഏകദേശം ഒരു 2 ആഴ്ചക്കുള്ളിൽ പൂർത്തീകരിക്കും. അതിരപ്പിള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സംയോജിപ്പിച്ചുള്ള പദ്ധതിയാണ് പരിഗണനയിലുള്ളത്. വനം വകുപ്പ് നിയമസഭാ സമിതിയുടെ സിറ്റിംഗിന്റെ ഭാഗമായി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ തൃശൂർ ചാലക്കുടിയിലെത്തിയപ്പോഴാണ് മന്ത്രി പദ്ധതിയെക്കുറിച്ച് പ്രഖ്യാപിച്ചത്. പ്ലാന്റേഷൻ കോർപ്പറേഷന് പാട്ടത്തിന് നൽകിയ വനം വകുപ്പിന്റെ 2.5 ഹെക്ടർ സ്ഥലം ഇതിനായി ഏറ്റെടുക്കും. അതിരപ്പിള്ളിയിലെത്തുന്ന വിനോദയാത്രികരുടെ സൗകര്യാർത്ഥം പിള്ളപ്പാറയിൽ പാർക്കിങ്ങിന് പുതിയ സംവിധാനവും സൗകര്യങ്ങളും ഒരുക്കും. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി വനം വകുപ്പ് 2.5 കോടി രൂപ അനുവദിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായും MLA അറിയിച്ചു. അതിരപ്പള്ളിയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അതിരപ്പള്ളിയുടെ കവാടവും കഫ്റ്റീരിയയും ഒക്കെ പുതിയ രീതിയിലുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ടെൻഡർ കഴിഞ്ഞു, നിർമ്മാണം തുടങ്ങുകയാണ്. പ്രദേശത്ത് സന്ദർശനം നടത്തി പദ്ധതിയെക്കുറിച്ച് പഠിച്ച് നിയമസഭാ സമിതിയുടെ റിപ്പോർട്ട് സർക്കാരിന് ഉടൻ സമർപ്പിക്കും. MLA മാരായ സനീഷ് കുമാർ ജോസഫ്, CK ഹരീന്ദ്രൻ, സണ്ണി ജോസഫ്, DFO R ലക്ഷ്മി തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി. ന്യൂസ് മലയാളം, തൃശൂർ.